ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കെത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ പെന്തക്കോസ്താ ദിനത്തിലുള്ള വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മെയ് 19 2024 ഞായറാഴ്ചയിലെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വായനയായിട്ട് സഭാമാതാവ് നമുക്ക് തരുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയാണ്. പിന്നെ സങ്കീർത്തനമാണെങ്കിൽ 104-ാമത്തെ സങ്കീർത്തനമാണ്. അതിൽ 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖച്ഛായ നീ നവീകരിക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ വായനയായിട്ട് എടുത്തിരിക്കുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 16 മുതൽ 25 വരെയുള്ളതാണ്. പിന്നെ ഗോസ്പൽ അക്ലമേഷനായിട്ട് വരുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് വരണമേ, അങ്ങയുടെ വിശ്വസ്തരായ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കണമേ, അവരുടെ ഹൃദയങ്ങളെ അങ്ങ് അവിടുത്തെ സ്നേഹത്തിൻ്റെ ജ്വാലയാൽ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. പിന്നെ സുവിശേഷ വായനയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 21 വരെയും, പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം വേറൊരെണ്ണം കൂടിയുണ്ട്, 15-ാമത്തെ അധ്യായം 26 മുതൽ 27 വരെയും, 16-ാം അധ്യായം 12 മുതൽ 15 വരെയും. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവായിട്ട് വളരെ ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സുവിശേഷം വന്നിരിക്കുന്നത്. നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസഹായം തന്നെ അപേക്ഷിച്ചിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാം. അപ്പോൾ ഓർക്കുക, തമ്പുരാൻ്റെ അമ്മ എന്നൊക്കെ വിളിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിച്ച് പഠിക്കണം. കാരണം തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ അത് രാജാക്കന്മാർക്കൊക്കെ കേരളത്തിൽ കൊടുത്തിരുന്നൊരു ശൈലിയാണ്. അപ്പോൾ ആ തമ്പുരാൻ എന്നൊക്കെ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് അതിനും ഉപരിയാണ്. അപ്പോൾ ദൈവം തന്നെ വിളിക്കാം നമുക്ക്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചോളണമേ. ആമേൻ. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയിലെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പാരക്ലേത്തുസ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. പാരക്ലേത്തുസ് എൻ്റെ അർത്ഥം സഹായി എന്നുള്ളൊരു അർത്ഥമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ റൂഹാദക്കുശാ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വല്ലാർപാടം പള്ളിയിൽ, കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയിൽ ഇങ്ങനെ രണ്ട് പെരുന്നാളാണ് അവിടെയുള്ളത്. അപ്പോൾ ഒന്ന് റൂഹാദക്കുശാ തമ്പുരാൻ്റെ തിരുനാൾ, ഒന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. അപ്പോൾ ഇങ്ങനെ റൂഹാദക്കുശാ എന്ന് പറയുന്നത് ഒന്നും കൂടി ഞാനൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് റൂഹാദക്കുശാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റൂഹ എന്ന് പറയുന്നത് ഹെബ്രായ ഭാഷയിൽ അത് കാറ്റ് എന്നുള്ള അർത്ഥമാണ്. കാറ്റ്. പരിശുദ്ധാത്മാവ് ബൈബിളിൽ മിക്കതും തന്നെ കാറ്റായിട്ടാണ്. ഇപ്പോൾ ജനസിസ് 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാറ്റ്. അതുപോലെ തന്നെ ചെങ്കടലിൽ കിടക്കുന്ന സമയത്തൊരു കാറ്റ്. പിന്നെ നിക്കോദേമസുമായിട്ട് സംസാരിക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റിൻ്റെ രൂപത്തിൽ. പിന്നെ ഈ പെന്തക്കോസ്ത ദിനം തന്നെ നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നു. അതായത് ഈ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ തന്നെ ഒരു കൂട്ടുംകാറ്റ് പോലെ ഇങ്ങനെ വന്നതാണ്. എന്നിട്ട് പിന്നെ അത് തീനാളമായിട്ട് ഓരോരുത്തരുടെയും തലയിലിങ്ങനെ ഒരു ടങ്ങായിട്ട് ഒരു നാവായിട്ടിങ്ങനെ വന്ന് ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലവിടെ വിവരിക്കുന്നത്. അപ്പോൾ റൂഹ എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൂദാശ, അങ്ങനെയാണ് റൂഹ കൂദാശ. അത് കൂട്ടി പറയുമ്പോഴാണ് റൂഹാദക്കുശാ എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ അവിടെ തമ്പുരാൻ വിളിക്കുന്നത്. തമ്പുരാൻ വിളിക്കുമ്പോൾ ഉടനെ അത്
ഡീഗ്രേഡ് ചെയ്യണമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തെ ഒന്നും കൂടി വലിച്ച് താഴ്ത്തണമായിട്ട് തോന്നുന്നു. അപ്പോൾ അതിനെ ഉയർത്താനായിട്ട് നമ്മൾ റൂഹ കൂദാശയുടെ ദൈവം, റൂഹാദ കുശ ദൈവം. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് അതിൻ്റെ ആ ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പറയുന്നത്. റൂഹാ കുശ ദൈവം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പറയുമ്പോൾ ഒരു യോജിപ്പില്ല. കാരണം നമ്മൾ പറഞ്ഞ് ശീലിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും. പക്ഷേ ഞാൻ ഈ വാക്ക് ശരിക്കും പഠിച്ചത് എൻ്റെ അയൽവാസിയായ ഒരു ചേട്ടത്തി, പുള്ളിക്കാരത്തി വല്ലാർപാടത്തുകാരത്തിയായിരുന്നു. അവിടെ നിന്ന് കല്യാണം കഴിച്ചിവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തി എപ്പോഴും ഈ വല്ലാർപാടത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ റുഹാക്കുശ തമ്പുരാൻ്റെ പെരുന്നാളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വാക്കുകൾ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോൾ റൂഹ കൂദാശ ആയ ദൈവം, റൂഹ കൂദാശയായ ദൈവം, അതാണ് ആ വാക്കിൻ്റെയൊക്കെ ശരിക്കുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഇന്ന് കൂടുതൽ ധ്യാനിക്കുന്നത്. അപ്പോൾ ആരാണ് പരിശുദ്ധാത്മാവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളുടെ ഒരു ആളാണത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആൾ. ദൈവം ഒന്നാണ്, പക്ഷെ ദൈവം മൂന്ന് വ്യക്തികളായിട്ടാണ് നമുക്ക് വെളിപ്പെടുത്താനിരിക്കുന്നത്. പിതാവായ ദൈവമെല്ലാം കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം അതൊന്ന് നടപ്പിലാക്കാനായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈശോ അത് നടപ്പിലാക്കുന്നു. അങ്ങനെയാണ് അത് നമുക്ക് വെളിപാട് മുഴുവനും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്ന് പറയുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ലൂക്ക 4:18 അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൻ്റെ 61-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്ത് പറഞ്ഞയച്ചിരിക്കുന്നു. അപ്പോൾ ആ മിശിഹ എന്നുള്ള വാക്ക് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ അഭിഷേകമാണ് നമുക്ക് കിട്ടേണ്ടത്. അഭിഷേകം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കലാണത്, പരിശുദ്ധാത്മാവിനെ പ്രത്യേകം കൊടുക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി സ്വീകരിച്ചും ദൈവവചനം നിറഞ്ഞുകൊണ്ടാണ് ഈശോ അവിടെ നിന്ന് വരുന്നതായിട്ട് കാണുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മളെ കാണിച്ചു തരുന്ന ചില ചിത്രങ്ങളാണത്. അവിടെ ദൈവമാണ്, പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾക്കൊരു വഴിയും സത്യവും ജീവനും, യോഹന്നാൻ 14:6 പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിനൊരു വഴിയും സത്യവും ജീവനും പഠിപ്പിക്കുന്ന ആ വഴി നമ്മൾ ഈശോയിലേക്ക് നോക്കി പഠിക്കുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന വഴിയുടെ ഒരു വലിയ സത്യം അതാണ്. അതായത് ഓരോരോ സന്ദർഭത്തിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് അതിലോട്ട് വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നറിയുന്നു മൂന്നാമത്തെ ആൾ. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയിൽ ഈശോ രൂപപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടുമൊക്കെ അത് പറഞ്ഞ് ധ്യാനിച്ചോളണം. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയാണ് വചനം മാംസം ധരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയൊരു ഒരു പ്രചോദനമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വചനം നമ്മുടെ ഉള്ളിലിങ്ങനെ മാംസം ധരിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അപ്പോൾ ഇതിൻ്റെ ആ വ്യക്തത ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ പെരുന്നാളിൻ്റെ ഭയങ്കര വലിയ പ്രത്യേകത? നമ്മൾ പരിശുദ്ധാത്മാവിനെ ശരിക്കും അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ പെരുന്നാൾ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെയുണ്ട് പരിശുദ്ധനായ ആത്മാവാണ്. എന്തുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. അതായത് പരിശുദ്ധൻ എന്ന് വെച്ചാൽ അശുദ്ധിയില്ലാത്തവൻ, ഒരു കളങ്കവും കാപഠ്യവും ഇല്ലാത്തവൻ. എന്ന് വെച്ചാൽ ഇവിടെ കാപഠ്യവും കള്ളത്തരവും ഉള്ളവനുണ്ട്, പിശാചുണ്ട്. വെളിപാട് നമ്മുടെ അപ്പോസ്തല പ്രവർത്തനം, നമ്മുടെ എന്താണ് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ 4-5 അധ്യായത്തിൽ കടന്നു വരുന്ന, അല്ലെങ്കിൽ 3-ാമത്തെ അധ്യായം തൊട്ട് ഇങ്ങനെ കടന്നു വരുന്ന, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം തൊട്ട് കടന്നു വരുന്ന പിശാച്, അവൻ ദുഷ്ടനാണ്. അവൻ വചനത്തെ വളച്ചൊടിക്കുന്നവനാണ്. അവൻ വചനത്തെ ദുർവ്യാഖ്യാനിക്കുന്നവനാണ്. അങ്ങനെയാണ് ഹൗവ അതിൽ വീണു പോണത്. അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ദൈവം പറയാത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവൻ
വശീകരിക്കണേന്ന്. അങ്ങനെയാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭിപ്പിക്കുകയാണ്. അതിൽ വേറൊരു കാര്യം, നമ്മൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും. നിൻ്റെ കണ്ണ് തുറക്കും, ദൈവത്തെപ്പോലെ ആകുമെന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവം എന്നോട് പറയാത്ത കാര്യങ്ങളല്ലേ. ഇതൊക്കെ ദൈവം ദൈവം പറയുന്നത് സത്യവും ദൈവം പറയാതെ മറ്റു രീതിയിലൊക്കെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഇത് വരുമ്പോൾ അത് പിശാചിൽ നിന്ന് വരുന്നൊരു അരൂപിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ദൈവവചനമൊക്കെ ധ്യാനിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ, കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആത്മാവിൽ നിറഞ്ഞ് പറയാനായിട്ടുള്ള കൃപ എപ്പോഴും ചോദിക്കണം. ഈശോയെ നിൻ്റെ എപ്പോഴും സഹായം ചോദിക്കണമെന്നല്ലേ ഈശോ പറയണേ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഈശോയുടെ ആ സഹായം നമുക്കെപ്പോഴും ചോദിക്കാൻ ഒരു മടിയും തോന്നരുത്. നമ്മൾ എളിമപ്പെടലാണ് സഹായം ചോദിക്കലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കറിയാം എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ നേരത്ത് തന്നെ, ദൈവമേ എന്നെ സഹായിക്കണമേ, ഈ വചന ശുശ്രൂഷയിൽ ഈശോയെ എന്നെ സഹായിക്കണമേ, നിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്ന് നിറയ്ക്കണമേ. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് തരുന്നത്. കാരണം എളിമയുള്ളവർക്ക് പരിശുദ്ധാത്മാ അതുകൊണ്ടല്ലേ പറയണേ, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ഈ മകളുടെ താഴ്മയെ അവിടെ നിന്ന് തീർക്കാൻ പാർത്തുന്നല്ലേ നമ്മൾ ലൂക്ക 1:46 വായിക്കുന്നത്. അപ്പോൾ ദൈവം അന്വേഷിക്കുന്ന താഴ്മയാണ്. എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിൻ്റെ സ്വഭാവം അത് പിശാചിൻ്റെയാണ്. അപ്പം ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ആ അരൂപിയാണ് പിശാചിൻ്റെ അരൂപി എന്ന് പറയുന്നത്. അപ്പം ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാത്തവരാണ്. അപ്പം പ്രാർത്ഥന എപ്പോഴും നമുക്ക്, കാരണം കർത്താവ് ഈശ്വരനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം. എന്നാൽ ഇവിടെ അവിടെയൊന്നും ജെറൂസലേമിലൊക്കെ പോകണ്ട, അല്ലാതെ തന്നെ ആത്മാവിലും സത്യത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എപ്പോഴും ആത്മാവുണ്ട്. നമുക്കെപ്പോഴും ആ സത്യാത്മാവ് നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ തന്നെ വസിക്കുന്നു എന്ന് നമ്മളിതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അതായത് കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 3:16 അവിടെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാൻ പാടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന്, അതിനൊരിക്കലും അശുദ്ധമാക്കാൻ പാടില്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നും അറിയാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ 6-ാമത്തെ അധ്യായം 1 കൊറിന്ത്യൻ 6-ാം അധ്യായത്തിൽ 19, 17, 18, 19 പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വ്യഭിചാരവുമായിട്ട് നടക്കുമ്പോൾ ആ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയുമായിട്ട്, വ്യഭിചാരം തന്നെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യഭിചാരം ചെയ്യുമ്പോൾ ആ വ്യഭിചാരിണിയുമായിട്ട്, ആ വ്യഭിചാരണം ചെയ്യുന്നവനുമായിട്ടൊക്കെ യോജിക്കുമ്പോൾ അവരൊന്നാവുന്നു എന്ന് പറയുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പാപം അങ്ങോട്ട് രണ്ടുപേരും കൂടിയാണ് പങ്കിട്ടെടുക്കുന്നതായിട്ട് കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ദൈവാത്മാവ് എന്ന് പറയുന്ന കാര്യം, ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ള കാര്യം, അതാണ്. അതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ച നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മൾ എപ്പോഴും വിളിച്ച് അപേക്ഷിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മാത്രമല്ല, അതാണ് പ്രാർത്ഥനാ ജീവിതം വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് എപ്പോഴും പോകാൻ നോക്കുക. കാരണം പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ പാപപരിഹാര ബലിയാണത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോണ പാപങ്ങൾക്ക് പാപപരിഹാരം ലഭിക്കുന്നൊരു ബലിയാണത്. ആ ബലിയിൽ പങ്കുചേരുമ്പോൾ ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, കഴുകിക്കളയുന്നു. അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകിക്കളയുന്നു, നമ്മളെ ശുദ്ധരാക്കുന്നു. ശുദ്ധരായാലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ, അല്ലെങ്കിൽ അശുദ്ധിയായിരിക്കും. അപ്പോൾ അശുദ്ധാത്മാവല്ല, ശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ആ പരിശുദ്ധിയുടെ മറ്റൊരു ഘടകം, കുർബാന കഴിഞ്ഞ പ്രാർത്ഥന, കുർബാന, പിന്നെ മറ്റൊരു ഘടകമാണ് ദൈവവചന വായന. ദൈവവചന വായനയും ദൈവവചനം ധ്യാനിക്കലും, ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നോക്കുക. പരിശുദ്ധ അമ്മയെപ്പോലെ അതാണ് നമ്മൾ എലിസബത്ത് പുണ്യവതിയുടെ വീട്ടിലോട്ട് പരിശുദ്ധ അമ്മ പോകുമ്പോൾ ദൈവവചനം സ്വീകരിച്ചും വിശ്വസിച്ചും ധ്യാനിച്ചും പോകുന്ന പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ആ അമ്മയിൽ പരിശുദ്ധാത്മാവ് അവിടെ എലിസ പുണ്യവതിയെ അഭിവാദനം ചെയ്യുമ്പോൾ
അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനും കിട്ടി, അവൾക്കും കിട്ടി, അവൾ പ്രവചിക്കാൻ തുടങ്ങി, കുഞ്ഞു കുതിച്ച് ചാടാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാ നിറവുണ്ട്. അപ്പോൾ ഇതെവിടെ നിന്നാണ് വന്നത്? പിതാവായ ദൈവം മാലാഖയിലൂടെ ഇങ്ങനെ പറഞ്ഞു തന്ന് ആ വചനങ്ങൾ വിശ്വസിക്കുകയും അത് നിറവേറിയിരിക്കുന്നു എന്നും. അതുകൊണ്ടാണ് എലിസബത്ത് പുണ്യവതി ആത്മാവിൽ നിറഞ്ഞിങ്ങനെ പറയുന്നത്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അങ്ങനെയാണ് സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കുന്ന വിളി തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനാ ജീവിതം. ഈശോ പരിശുദ്ധാത്മാവിന് പിതാവിൻ്റെ ശക്തി മേടിച്ചെടുത്തത് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ശിഷ്യന്മാരൊക്കെ വിട്ടിട്ട് ഏകാന്തമായിട്ട് പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കുരിശുമരണത്തിന് മുമ്പ് ഗെത്സമൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം പ്രാർത്ഥനയുടെ. അപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു കുടുംബമായിരിക്കണം ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ്റെ കുടുംബം. ആ പ്രാർത്ഥനയില്ലാത്ത കുടുംബം, പ്രാർത്ഥന മുടങ്ങുന്ന കുടുംബം, അതൊക്കെ ഭയങ്കര സൂക്ഷിക്കണം. അത് പോയി ഒരു ദൈവകൽപ്പന ലംഘനമായിട്ട് ചെന്ന് പറഞ്ഞോളണം. കാരണം 1-ാം പ്രമാണത്തിനെതിരാണ് ഈ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിയും മഹത്വവും ആരാധനയും കൊടുക്കാത്ത വീടെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് വേണ്ട. പിന്നെ അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പ്രാർത്ഥന വേണം. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ പരിശുദ്ധരായി തീർന്ന് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയും. കാരണം നമ്മൾ സ്വീകരിക്കുന്ന ഈശോയാണ്. കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്ന് പറയുന്ന ഈശോയാണ് നമ്മൾ സ്വീകരിക്കുന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയും. ഈശോയിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ദാനമാണ് കുർബാനയിൽ പരിശുദ്ധാത്മാവ്. പിന്നെ പരിശുദ്ധാത്മാവിന് കിട്ടുന്നത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 6:61 കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവാണ്, ജീവനാണ് വചനങ്ങൾ. അപ്പോൾ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ആ ആത്മാവുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ പരിശുദ്ധ അമ്മയ്ക്ക് ഈ എലിസബത്ത് പുണ്യവതി വീട്ടിൽ ചെന്നപ്പോൾ ആത്മാവിനെ കൊടുക്കാൻ പറ്റിയത് ആ വീട്ടുകാർക്കൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ വചനം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാതൃക അനുസരിച്ച്, ഈശോയുടെ മാതൃക അനുസരിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് ജീവിക്കുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ ആത്മാവിനെ കൊടുക്കാൻ പറ്റണം. ആത്മാവാണ് ഭൂമുഖത്തിന് ഇന്നത്തെ പ്രയോജനം പറയണതല്ലേ, ഭൂമുഖത്തിൻ്റെ മുഖച്ഛായ നവീകരിക്കുന്ന എന്ന് പറയുന്നത്. പിന്നെ പരിശുദ്ധാത്മ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടുമെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി. പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ള ഉത്തരമായി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സുവിശേഷം പ്രഘോഷിക്കാനൊരു ശക്തി തരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അറിയാം, 2-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ഈശോ പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത്, പരിശുദ്ധാത്മാവിനെ കിട്ടാതെ പോകരുതെന്ന് പറയും. അപ്പോൾ 40-ാം നാൾ തൊട്ട് 50-ാം തിരുനാൾ വരെ 10 ദിവസം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സഹിയോൻ ഊട്ടുശാലയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന 10-ാം ദിവസം 50-ാം തിരുനാളിൻ്റെ അന്നാണ് ഈ കൊടുങ്കാറ്റ് പോലെയുള്ള ആരവമുണ്ടായ പരിശുദ്ധാത്മാവ് നാവിൻ്റെ രൂപത്തിൽ തീജ്വാലകൾ പോലെ ഓരോരുത്തരുടെ മേൽ വന്ന് വസിച്ചു എന്ന് പറയുമ്പോൾ, നാവ്, തീജ്വാല, കാറ്റ് എന്നൊക്കെയുള്ള ആ ഇതൊക്കെ നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ അതുവഴി അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ തീജ്വാലകളും നാവും എന്ന് വെച്ചാൽ, നാവ് എന്തിനാണ്? സംസാരിക്കാനാണ്. പിശാച് എപ്പോഴും നമ്മളെ മൂകരാക്കും. പള്ളിയിൽ പോയി ഒരാൾ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ആ ആൾ ഓരോ കുർബാനയുടെ ആ മറുപടി പറയേണ്ട ഭാഗത്തൊന്നും മിണ്ടാതെ അല്ലേലിയ പറയേണ്ടടുത്ത് അല്ലേലിയ ഒന്നും പറയാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൂകപ്പിശാചിന് അടിമയാണ് ആ വ്യക്തി. നേരെ മറിച്ച് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനാണ് വന്നിരിക്കുന്നതെന്നുള്ള ആത്മാവ് തോന്നിക്കുന്ന പ്രേരണയനുസരിച്ച്, ആത്മാവിൻ്റെ ആ പ്രചോദനം അനുസരിച്ച്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:14 പഠിപ്പിക്കുന്ന വചനം അനുസരിച്ച്. അപ്പോൾ ആത്മാവിൻ്റെ ആ ഒരു പ്രേരണ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവമക്കളുടെ സ്വഭാവം. ആ ദൈവത്തെ ആരാധിക്കാൻ കൂട്ടായിട്ട് ചെല്ലുന്ന മക്കളാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ച മക്കളാണ് അവിടെ എല്ലാവരും ആ മേശയ്ക്ക് ചുറ്റും ബലിപീഠത്തിന് ചുറ്റും കൂടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ശരിക്കും ദൈവത്തെ ആരാധിക്കുന്നത് ഇങ്ങനെ പാട്ടുപാടിയും സ്തുതിച്ചും മറുപടി പറഞ്ഞും ഒക്കെ ഇങ്ങനെ നിൽക്കണം. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കയ്യും കെട്ടി അല്ലെങ്കിൽ മൂകമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മൂകപ്പിശാചിനടിമയാണെന്നുള്ളത്.
നാവ് കൊടുത്തിരിക്കുന്നത് സംസാരിക്കാനാണ്. അപ്പോൾ അതുപോലെ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ദൈവവചനം പറയാൻ ഒരിക്കലും ലജ്ജ തോന്നരുത്, കാണിക്കരുത്. അപ്പം ഒരു ധൈര്യം വേണം. ഇതിങ്ങനെ അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു തരം ഒരു ന്യായീകരണമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്നതിലൊരു ദുരാത്മാവിൻ്റെ പ്രേരണയുണ്ട്. അതിനൊക്കെ എന്തുകൊണ്ടാണ് ഈ ലോകം നശിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളായ നമ്മൾ പ്രഘോഷിക്കുന്നില്ല. പ്രഘോഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് നാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ദൈവം ചെയ്ത കാര്യങ്ങൾ പറയാൻ മടിക്കരുത്. അതുകൊണ്ടാണ് ഇപ്പം മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 10-ാം അധ്യായം 32 പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് എൻ്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ച് പറയുവാൻ നിനക്ക് നീ ചെയ്യുമ്പോൾ നിന്നെ ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ അംഗീകരിക്കും. അങ്ങനെയാണ് ആ വചനം പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുമ്പോൾ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ അംഗീകരിച്ച് പറയുന്നു. അപ്പോൾ ഈശോ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഈശോയും ഈശോയുടെ ആത്മാവും കൂടിയാണ് നമ്മളെ നിത്യസ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അപ്പോൾ വചനം ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയൊക്കെ ചെയ്യണം. വചനം പഠിക്കാതെ പ്രഘോഷിക്കാൻ പറ്റുന്ന എങ്ങനെ? വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ സഹായം ചോദിക്കണം. എപ്പോഴും സഹായകനാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന ഒരു വലിയൊരു വചനം അതാണ്. യോഹന്നാൻ 14:26 പറയുന്നതാണ്. 14, 17, 18, 16, 17, 18 വചനങ്ങൾ. യോഹന്നാൻ 14-ാം അധ്യായം 16, 17, 18 പറയുന്നത് സഹായകൻ എന്നാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് 26-ാമത്തെ വചനമാണ്. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കും, നിങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പറയാനായിട്ട് നമുക്ക് തരുന്ന ഒരു ദൈവശക്തി നമുക്ക് വേണം. ദൈവശക്തിയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് ഈ അപ്പോസ്തലന്മാർക്ക് പത്രോസ്ലീഹ ഒരു മുക്കുവനായ മീൻപിടുത്തക്കാരനായ പത്രോസ്ലീഹ കടന്ന് പ്രസംഗിക്കുന്നതാണ്. എന്ത് മനോഹരമായി എന്തോരം വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തി നമ്മളും ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാ പെരുന്നാൾ വഴി വാങ്ങിച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ വചനങ്ങൾ ധ്യാനിക്കുക, കൂടുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അങ്ങനെ ഈശോയോടൊപ്പം നിരന്തരം ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ, എന്നെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കണമെന്ന് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എളിമപ്പെട്ട ഒരു മകനായിട്ട് മകളായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര അഭിഷേകം കിട്ടും. അങ്ങനെയാണ് അഭിഷേകം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അപ്പോൾ അതിൽ അഹങ്കരിക്കൊന്നും ചെയ്യരുത്. വലിയ അഹങ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദുരാത്മാവ് അതിലൊക്കെ നമ്മളെ വീഴിക്കാൻ നോക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കൊള്ളരാത്തവളായിട്ടും കൊള്ളരാത്തവനായിട്ടുമൊക്കെ മാറ്റാനായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള ദുഷ്ടാത്മാവിന് നമ്മളെ പരിശുദ്ധാത്മാവിന് സഹായത്തോടെ അവനെ ആട്ടുപൊടിക്കണം. പരിശുദ്ധാത്മാവ് എന്താണ്? ദൈവാത്മാവിലാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോയുടെ പ്രത്യേകം 23-ാമത്തെ വചനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ദൈവാത്മാവിലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിലായിരിക്കണം എപ്പോഴും. ദുഷ്ടാത്മാവിൻ്റെ രാജ്യത്തിലായിരിക്കരുത്, ലോകാരൂപിയിലായിരിക്കരുത്, ലോകത്തിലായിരിക്കരുത്, ദൈവത്തിലോട്ട് തന്നെ എപ്പോഴും. ലോകത്തിലാണെങ്കിലും ദൈവത്തിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ഈശോയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദുഷ്ടാരൂപിയിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു വിടുന്നു പിതാവിൻ്റെ പക്കലേക്ക് പോണത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.